ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ നമ്മൾ ഒരു കൊട്ടിക്കലാശത്തിന്റെ ദിവസം സ്വാഭാവികമായും ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയായിരിക്കും മുന്നണികളുള്ളത്. അങ്ങനെ തന്നെ വേണം താനും. അതിന് വിഘാതമായി നിൽക്കുന്ന ഒരു കമന്റും ഉണ്ടാകാൻ പാടില്ല ഇനിയുള്ള മണിക്കൂറുകളിൽ എന്നൊക്കെയാണ് ജനാധിപത്യം നിഷ്കർഷിക്കുന്നത്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്നത് നമ്മൾക്കറിയാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എങ്കിലും ഒരു തരം ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒന്നാണ്. നിങ്ങളുടെ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് നിങ്ങൾ പരീക്ഷിച്ച സ്വതന്ത്രൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. അത് നിങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് പ്രധാനമാണ്. ജയിച്ചാലും തോറ്റാലും എല്ലാ മുന്നണികൾക്കും അതിൻ്റെ ഫലം അത്രമേൽ നിർണായകമാണ്. അവിടെയാണ് വിജയിക്കുമെന്ന ആത്മവിശ്വാസം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങയുടെ മറുപടിയോട് അങ്ങ് തന്നെ ശ്രദ്ധിച്ചാൽ മതി. സമീപ ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നത നേതൃത്വം, അതിന്റെ പ്രതീകമായി മുഖ്യമന്ത്രി, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി, ഇവർ തുടങ്ങി സ്ഥാനാർത്ഥി വരെ, ഇവരാണല്ലോ കേരള രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമാകെ നിലമ്പൂരായി മാറിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ മുഖമായി നിന്ന് പ്രതികരണങ്ങൾ നടത്തിയവർ ഇവരായിരുന്നുവല്ലോ. അവരുടെ പ്രതികരണങ്ങൾ കമ്പോട് കമ്പ് വായിച്ചാൽ, ആദ്യമധ്യാന്തം പരിശോധിച്ചാൽ ഇതിന്റെ മറുപടി തെളിമയാർന്ന ഒരു ഉദാഹരണം എന്നതുപോലെ നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കരുതാൻ വേണ്ടി കഴിയുമോ? എന്താണ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം? ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അത്രയും കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിൽ നിലമ്പൂർ നടന്നു തീർത്ത മാറ്റങ്ങൾ അത്രേ. അത്ഭുതാവഹമായി കേരളം നേടിയെടുത്ത വികസന പന്താവിന്റെ വഴിത്താരകളിൽ അഭിമാനകരമായ നേട്ടങ്ങളെ കരസ്ഥമാക്കാൻ നിലമ്പൂരിന് കഴിഞ്ഞിരുന്നോ? കേരളത്തിന്റെ നേട്ടങ്ങളെയും നിലമ്പൂരിന്റെ നേട്ടങ്ങളെയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ ബദൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇടതുപക്ഷ രാഷ്ട്രീയം നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശാപൂരിതമായി ജനങ്ങളോട് അത്രയും വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസ് പ്രതിനിധികളുടെ അഭിപ്രായത്തോട് നേരിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണെന്ന്, വ്യക്തിപരമായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കാം. എന്തായാലും ഞങ്ങൾ പ്രതികരിച്ചത് ചെണ്ടയുടെ എണ്ണം കാണിച്ചിട്ടും കോളാമ്പിയുടെ സൗന്ദര്യം കാണിച്ചിട്ടും മൈക്കിന്റെ എണ്ണം നോക്കാൻ പറഞ്ഞിട്ടും ഒന്നും ആയിരുന്നില്ല. നിലമ്പൂരിലെ ജനങ്ങളെ അണിനിരത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കവും മുടക്കവും. അതായത് തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഏതു സാധാരണക്കാരനായ മലയാളിയുടെയും ഓർമ്മകളിൽ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധയിലേക്ക് ഊന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടെ തന്നെയാണ്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സഖാവ് M സ്വരാജ് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ റോഡിൽ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ സ്വീകരിക്കാനെത്തിയ ജനസഞ്ചയം പ്രഖ്യാപിതമല്ലാത്ത നിലയിൽ അനൗദ്യോഗിക റോഡ് ഷോയായ സ്വീകരണം തന്നെ മാറുന്നതും പിന്നീട് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നതും മറ്റാരും സമ്മതിച്ചില്ലെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരും സമ്മതിക്കും. അതുമുതൽ ഇന്നുവരെ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ മനുഷ്യനൊരു മഹാസമുദ്രം എന്നതുപോലെ അല്ലെങ്കിൽ ഒരു മഴക്കാടുകളെ അനുസ്മരിപ്പിക്കുന്ന വലിപ്പത്തോടുകൂടെ കുട്ടിക്കലാശം സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ കാണുന്നതെന്നതാണ് സ്ഥാനാർത്ഥിയുടെ 10 മിനിറ്റിൽ ചുവടെ നീണ്ടു നിൽക്കുന്ന സമാപന പ്രഭാഷണമുണ്ട്. ആ സമാപന പ്രഭാഷണത്തിൽ നിന്ന രാഷ്ട്രീയം എന്താണ്? കോൺഗ്രസോ ലീഗെന്നോ വ്യത്യാസമില്ലാതെ നിലമ്പൂരിലെ ജനതയൊന്നാകെ കേരളവും നിലമ്പൂരും നടന്നു തീർത്ത മാറ്റങ്ങളെ തങ്ങളുടെ അനുഭവങ്ങളിൽ വെച്ച് പരിശോധിക്കുകയും നല്ല മാറ്റങ്ങളാണ് നിലമ്പൂരിലും കേരളവും നിലമ്പൂരും എന്ന് അങ്ങ് എടുത്തു 2 തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നിലമ്പൂരിൽ പോയ 9 വർഷങ്ങളിൽ വികസന പ്രക്രിയ കേരളത്തിന്റെ ശരാശരിയിൽ നിന്ന് വിഭിന്നമായിരുന്നു എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? അതോ LDFന്റെ കീഴിൽ നിന്നുകൊണ്ട് PV അൻവർ നയിച്ച മണ്ഡലത്തിന് കേരളത്തിന്റെ ശരാശരിക്ക് സമാനമായതോ അതിൽ കൂടുതലോ ആയ വികസനം ഉണ്ടായിട്ടുണ്ട് എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അങ്ങനെയല്ല. അങ്ങേക്കറിയാമല്ലോ, ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പേരുകാരൻ ഉൾപ്പെടെ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും രാഷ്ട്രീയത്തെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി സംബന്ധമായ ദ്വന്ദ്വയുദ്ധം എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ഒരു മല്ലയുദ്ധം എന്ന നിലയിലല്ല. കേരളത്തിനെയും നിലമ്പൂരിനെയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഞാൻ ബോധപൂർവ്വം ഓർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിൽ അത്ഭുതാവഹമായ മാറ്റങ്ങൾക്കാണ് കേരളവും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. കേരളം നടന്നു തീർത്ത അഭിമാനകരമായ മാറ്റങ്ങളുടെ ചരിത്രപരമായ ഒരു പ്രതീകമാണ് കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിലെ നിലമ്പൂര്. അതുകൊണ്ടാണ് കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും സർക്കാർ സ്കൂളുകൾ ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് എത്തുമ്പോൾ ഇന്നിതാ തൊട്ടു മുമ്പ് കണക്ക് വന്നിരിക്കുന്നു. 40,610 വരുന്ന കുട്ടികൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി ചേർന്നിരിക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് 35 വർഷക്കാലം നിലമ്പൂരിന്റെ MLA ആയിരുന്ന മുൻ കോൺഗ്രസ് നേതാവിനെ നമുക്ക് സമ്മാനിച്ച സ്കൂളാണ്. പക്ഷേ അത് തകർന്നു വീഴാറായ ഓടുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറുന്നതിന്
കേരളത്തിൽ ഇടതുമുന്നണിയുടെ നേതാവ് സഖാവ് പിണറായി വിജയൻ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ടതായി വന്നു. അതുമുതൽ 8585 വീടുകൾ ലൈഫ് മിഷൻ മുഖാന്തരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 7 പഞ്ചായത്തും ഒരു നഗരസഭയുമുള്ള സ്ഥലങ്ങളിൽ ലഭിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണി പ്രതിദാനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ്. അതുമുതൽ സ്പോർട്സ് ഗ്രൗണ്ട് മുതൽ സാമൂഹ്യക്ഷേമ പെൻഷൻ പറ്റുന്ന 44,000-ലധികം വരുന്ന നിലമ്പൂരിലെ ജനവിഭാഗങ്ങൾ മുതൽ ജനജീവിത സംബന്ധമായ ഓരോ നേട്ടങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ യാത്ര തുടരേണ്ടതുണ്ടോ, നിലമ്പൂരും കേരളവും വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട് യാത്ര തുടരേണ്ടതുണ്ടെങ്കിൽ ഇടതുപക്ഷം വിജയിക്കണം. സഖാവ് സ്വരാജ് നിലമ്പൂരിന്റെ നായകനായി കേരള നിയമസഭയിൽ ഉണ്ടാകണം. അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്.